എക്സ് അമ്മായിയമ്മ പറഞ്ഞിട്ടുണ്ട് അത്രേ. വളരെ റൂഡായിട്ടുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടിയോട് സംസാരിക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുഞ്ഞാറ്റ ഇച്ചായൻ ഇവരുടെ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ചകളാണ് അല്ലേ. പക്ഷെ ഒരുപാട് പേർക്ക് സംശയമാണ്, കുഞ്ഞാറ്റ ഈ ഡിവോഴ്സായി എന്നുള്ളൊരു സ്ഥിരീകരണ പോസ്റ്റ് ഉണ്ടല്ലോ, അത് എത്രമാത്രം ശരിയാണെന്നുള്ളത്. ഇവരുടെ ബൊട്ടീക്കിനുള്ള പരസ്യ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടിട്ട ഒരു കള്ള പോസ്റ്റാണോ, അതോ കുഞ്ഞാറ്റയ്ക്ക് പെട്ടെന്നുണ്ടായ ഒരു വികാര വിക്ഷോഭത്തിന്റെ, അതായത് പെട്ടെന്നൊരു ദേഷ്യം വന്നപ്പോൾ ഇട്ടൊരു പോസ്റ്റാണോ, എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇവർക്ക് ഒരു ഡിവോഴ്സ് അനുവദിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അങ്ങനെ സംശയം വരുന്നവരെ കുറ്റം പറയാനും പറ്റത്തില്ല. ബിക്കോസ് ഒരു 1-1.5 മാസം മുന്നേ ആണെന്ന് തോന്നുന്നു, ഞാനും ഇവരുടെ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റ എക്സ് ഹസ്ബൻഡ് ആയിരുന്ന അമലുമായി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ. ക്യാപ്ഷൻ ഇങ്ങനെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട എന്തോന്നായിരുന്നു, കാരണം പുള്ളിക്കാരത്തി ഇപ്പോൾ മാൾട്ടയിലാണല്ലോ. മാത്രമല്ല ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസം മുന്നേ ആണെന്ന് തോന്നുന്നു, ഈ അമൽ എന്ന് പറയുന്ന വ്യക്തി ഇവർക്കൊരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുഞ്ഞാറ്റയും അമ്മയും ചേർന്നിട്ട്. അപ്പം ആ സാധനങ്ങളൊക്കെ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ പുള്ളിക്കാരൻ്റെ ബൈക്കിൽ കൊണ്ടുപോയി എത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഈ സംശയം വരിക എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. എങ്കിൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു വ്യക്തി അവരുടെ ജീവിതത്തിലെടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ സ്ഥിരീകരണ പോസ്റ്റുമായി വന്നപ്പോൾ അത് ശരിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ലീഗലി ഡിവോഴ്സ് ആണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തി ഉണ്ടോ എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. അതിന് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം, ഒരു കാരണം ഞാൻ പറഞ്ഞു തരാം. കുഞ്ഞാറ്റ ഇച്ചായൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ഡിവോഴ്സ് പോസ്റ്റിന് മുന്നേ ആണെങ്കിലും പല തവണകളിൽ, കുഞ്ഞുണ്ടായതിനു ശേഷം പല തവണകളിൽ ഇവർ ബ്രേക്കപ്പ് ആയി നിന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അവരുടെ വീഡിയോ കാണുന്നത് അല്ലെ. ബ്രേക്കപ്പ് ആവുക, പാച്ചപ്പ് ആവുക, ഇത് ഇടവിട്ട് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ ആ സമയങ്ങളിലൊന്നും കുഞ്ഞാറ്റ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സ്ഥിരീകരണ പോസ്റ്റുമായിട്ട് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട തെളിവ്. വേണമെങ്കിൽ ഈ പെൺകുട്ടിക്ക് ഈ വികാര വിക്ഷോഭത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന്റെ പുറത്ത് ഇട്ടൊരു പോസ്റ്റ് ആയിരിക്കും, കള്ളമായിരിക്കും എന്ന് പറയുന്നവർ ഇത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. അതായത് ഇവരുടെ ചാനലിലെ സ്റ്റാറ്റസ് അല്ലെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ, ചാനലിലെ വീഡിയോ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൊടൈക്കനാലിൽ പോയിട്ടുള്ള ഫാമിലി ട്രിപ്പുമായിട്ട് പോയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. അത് ഇവർ സെപ്പറേറ്റ് ആയി നിന്നതിന് ശേഷം വീണ്ടും റീജോയിൻ ചെയ്ത സമയത്ത് ഒരു ഹാപ്പിനെസിന്റെ ഭാഗമായിട്ട് ഇവർ 3 പേരും കൊടൈക്കനാലിൽ പോയപ്പോഴുള്ള വീഡിയോസ് ആണ്. മാത്രമല്ല മറ്റൊരു സമയത്ത് ഇതുപോലെ ഇവരിങ്ങനെ ബ്രേക്കപ്പ് ആയി നിന്ന സമയത്ത്, അതും കുഞ്ഞുള്ളപ്പോഴാണ്, കുഞ്ഞിന് 1.5-2 വയസ്സുള്ളപ്പോൾ ഏർലി മോർണിംഗ് ഒരു 4 മണിക്ക് ഈ പെൺകുട്ടി കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, നമ്മൾ വീഡിയോയിൽ അത് കാണാൻ സാധിക്കും, അവൾ ഒറ്റയ്ക്കാണ് പോകുന്നതും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാൾട്ടയിൽ അവൾ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. അപ്പം അന്ന് സ്ട്രഗിൾ ചെയ്ത സമയത്ത് ഇവൾക്കുണ്ടാകാത്ത വികാര വിക്ഷോഭങ്ങളാണോ, അല്ലെങ്കിൽ ദേഷ്യവും സങ്കടവും ഒക്കെയാണോ ഇന്ന് അവൾ സെറ്റിലായി വളരെ സമാധാനത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് അവൾക്കുണ്ടാകുന്നത്? അങ്ങനെയാണെങ്കിൽ അന്ന് അവൾ വളരെ കഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ഒരുപാട് അലഞ്ഞ സമയങ്ങളിൽ വേണ്ടായിരുന്നോ അങ്ങനെയുള്ള പോസ്റ്റുമായിട്ട് വരാൻ? ഇതൊരു കള്ള പോസ്റ്റാണ്, അല്ലെങ്കിൽ ബൊട്ടീക്കിന് വേണ്ടിയുള്ള ഒരു പരസ്യ പ്രചാരണമാണ് എന്ന് പറയുന്നവർ ദയവ് ചെയ്ത് ആ ഒരു ചിന്താഗതി മാറ്റുക. ഞാൻ വീണ്ടും പറയാണ്, വേണമെങ്കിൽ ഈ പെൺകുട്ടിക്ക് അന്ന് ഇതുപോലുള്ള പോസ്റ്റുകൾ ഇടാമായിരുന്നു, റിമൂവ് ചെയ്യാമായിരുന്നു. ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്, ഇത് നമ്മളെ പറ്റിക്കാണോ, വേണമെങ്കിൽ കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും റീജോയിൻ ചെയ്യുമായിരിക്കും എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, അവൾക്ക് പണ്ട് ഒരു 10-30 പോസ്റ്റെങ്കിലും ഇതുപോലെ ഇടാമായിരുന്നു, ഞങ്ങൾ ഡിവോഴ്സ് ആയി എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ലീഗലി ഡിവോഴ്സ് ആയി എന്നുള്ളത് കള്ളമല്ലേ കുഞ്ഞാറ്റ പറയുന്നത് എന്നുള്ളതാണ് ഒരു കൂട്ടം ആളുകളുടെ ചോദ്യം. ആ ഒരു ചോദ്യത്തിനും ഇവിടെ ഒരു പ്രസക്തിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല തവണകളിൽ ബ്രേക്കപ്പ് ആയിരുന്ന സമയത്ത് എപ്പോഴൊക്കെയോ കുഞ്ഞാറ്റ കുടുംബ കോടതിയെ, ഫാമിലി കോർട്ടിൽ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സുമായി പോകാൻ വേണ്ടി ഈ പെൺകുട്ടി തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞ് എന്ന് പറയുന്നത് നിയമത്തിന് മുന്നിലാണെങ്കിലും സമൂഹത്തിന് മുന്നിലാണെങ്കിലും ഫാമിലിക്ക് മുന്നിലാണെങ്കിലും ഒരു കൺസേൺ ആണ് അല്ലേ. അപ്പം ആ ഒരു റീസണിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇവർ പാച്ചപ്പ് ആയിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ, അല്ലെങ്കിൽ കുടുംബജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു തെറ്റ് ഒരാളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഇത് ഡിവോഴ്സ് ആയിട്ട് തന്നെ പോകും എന്നുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടും. അതിനൊക്കെ അപ്പുറത്തേക്ക് മ്യൂച്വൽ രീതിയിലുള്ള ഡിവോഴ്സ് ആണ് എങ്കിൽ 2 മാസം, കൂടിപ്പോയാൽ 3 മാസത്തിനുള്ളിൽ ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം അനുവദിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിനൊരു 3 മാസം 2 മാസം ഒക്കെ വേണ്ടി വരും. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പ് പലതവണ കുഞ്ഞാറ്റ കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു, ഇവർക്ക് ഡിവോഴ്സ് വേണമെന്നുള്ള ആവശ്യവുമായി ഫാമിലി കോർട്ടിൽ പോയിരുന്നു. ആ സമയങ്ങളിൽ പല കൗൺസിലിംഗ് സെക്ഷൻസിന് ശേഷം എടുത്ത ഒരു തീരുമാനമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും
ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 4-5 ആഴ്ചക്കുള്ളിൽ ഡിവോഴ്സ് അനുവദിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. നമുക്കറിയില്ലല്ലോ എത്ര വർഷം മുന്നാണ് ഈ പെൺകുട്ടി ഫാമിലി കോർട്ടിൽ പോയത്, എത്ര വർഷം മുന്നേ ലീഗലി അഡ്വൈസ് ഇതിന് വേണ്ടിയിട്ട് നേടുന്നുണ്ട്. കാരണം ഇവരുടെ ചാനൽ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും പല തവണ ഇവർ സെപ്പറേറ്റ് ആയി നിന്നിട്ടുണ്ട്, ബ്രേക്കപ്പ് ആയി നിന്നിട്ടുണ്ട്. ഇവരുടെ വിവാഹം കഴിഞ്ഞ സമയങ്ങളിൽ ഈ അമൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു എങ്കിലും ഇടക്കാലത്തിൽ ആ ഫാമിലി ഈ പെൺകുട്ടിയെ തഴയുകയായിരുന്നു ചെയ്യുന്നത്. വളരെ റൂഡായിട്ടുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടിയോട് സംസാരിക്കുകയും അവൾ അതൊരു വീഡിയോയിലൂടെ വന്ന് പറയുകയും ചെയ്തു. ബിക്കോസ് എക്സ് അമ്മായിയമ്മ പറഞ്ഞിട്ടുണ്ട് അത്രേ, അവരെ ദയവ് ചെയ്ത് ഈ പെൺകുട്ടിയുടെ വീഡിയോയിൽ കാണിക്കരുത്, അത് അവർക്ക് മോശമാണ്, നാണക്കേടാണ് എന്നുള്ള രീതിയിൽ. അന്ന് ഈ പെൺകുട്ടി ഒരുപാട് മാനസിക വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പറയുണ്ടായി, ഞാൻ നല്ല ഉദ്ദേശത്തിലാണ് അവരെയൊക്കെ, അതായത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എൻ്റെ അമ്മ അച്ഛൻ എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അവർക്കത് താല്പര്യമില്ല, അവരെ അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഇനി അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട എന്നുള്ള പല സ്റ്റേറ്റ്മെന്റ് പല സമയങ്ങളിൽ ഈ സെപ്പറേഷൻ, ഈ പാച്ചപ്പ്, ഇതൊക്കെ ഈ അമൽ കുഞ്ഞാറ്റ എന്നവരുടെ ജീവിതത്തിൽ നമ്മളൊക്കെ കണ്ടതാണ്. ബിക്കോസ് ഇവരിങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കുന്ന കോണ്ടന്റുകളൊന്നുമല്ല. ഇവരുടെ റിയൽ ലൈഫിലെ ഓരോ ഏടുകൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന വളരെ റോ ആയിട്ടുള്ള വീഡിയോസ് ആണ് കുഞ്ഞാറ്റയുടെ ചാനലിൽ എപ്പോഴും നമ്മൾ കാണാറുള്ളത്, അല്ലേ? അതൊരു പ്രൊമോഷൻ വീഡിയോ ആണെങ്കിൽ പോലും അവൾ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ പ്രത്യേകിച്ച് അങ്ങോട്ട് ഇങ്ങനെ വലിയ ഒരു ഡ്രമാറ്റിക്കൽ ഫീൽ ഒന്നും നമുക്ക് തോന്നാത്ത രീതിയിൽ വളരെ നാച്ചുറൽ ആയിട്ട് അവൾ ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും അവളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തന്നെയാണ് അവൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ അവൾ എടുത്ത ആ ഒരു തീരുമാനം കള്ളമാണ് എന്നുള്ളൊരു ജഡ്ജ്മെന്റ് ഈ ഒരു അവസരത്തിൽ തെറ്റാണ് എന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. എല്ലാവരും അതിനെ ഉൾക്കൊള്ളണം എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൾക്ക് വേണമെങ്കിൽ ഇതിനപ്പുറത്ത് ഭയങ്കര വിഷമതകൾ നേരിട്ടിരുന്ന സമയത്ത്, അവൾ പഠിക്കാൻ പോയ സമയത്ത് കുഞ്ഞവളുടെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഫിനാൻഷ്യലി അവർ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ചാനലിന് വ്യൂസ് ഒക്കെ വളരെയധികം കൂടിയത്. ഈ പെൺകുട്ടി യൂറോപ്പിൽ പോയതിനു ശേഷമാണ് വ്യൂസ് ഇങ്ങനെ ലാക്സ് ഓഫ് വ്യൂസ് ഒക്കെ കിട്ടിയത്. അതിനു മുന്നേ എനിക്ക് തോന്നുന്നു കൂടിപ്പോയ 35K ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലോങ് വീഡിയോയ്ക്ക്. ആ പെൺകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ നിന്നും അധികം വരുമാനമൊന്നും കിട്ടുന്നില്ല. പല സമയങ്ങളിൽ ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത സമയത്തും ഇവർ അന്ന് ബ്രേക്കപ്പ് ആയിരുന്ന സമയത്തും വേണമെങ്കിൽ ഈ പെൺകുട്ടിക്ക് പോസ്റ്റ് ഇടാമായിരുന്നല്ലോ. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവളുടെ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കണ്ട ആ ഒരു സ്ഥിരീകരണം എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അവൾ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇത്ര ദിവസമായിട്ടും ആ ഒരു പോസ്റ്റ് റിമൂവ് ആകാതെ. അതാകില്ല. കുഞ്ഞാറ്റയെക്കുറിച്ച് സംസാരിക്കുന്ന എല്ലാവരും ഏകകണ്ഠേന പറയുന്ന ഒരു കാര്യമാണ്, ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ടും വളരെ സീരിയസ് ആയിട്ടും ജീവിതത്തിന് വേണ്ടി എന്തും ചെയ്യാൻ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ വില്ലിങ് ആയിട്ടുള്ള പെൺകുട്ടിയാണിത്. അവളുടെ ഭാഗത്തു നിന്ന് ഒരു പാളിച്ച അല്ലെങ്കിൽ സൊസൈറ്റിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്താണ് തെറ്റ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഞങ്ങൾ വേർപെട്ടു എന്നുള്ളൊരു കാര്യം സ്ഥിരീകരിക്കുമ്പോൾ നിയമപരമായി വേർപെട്ടോ ഞങ്ങളെ പറ്റിക്കാനാണോ എന്നുള്ള കുത്തിച്ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തി ഉണ്ടോ? ഇത്രയും കേട്ടതിന് ശേഷം നിങ്ങളൊന്ന് പറയാമോ? ഇങ്ങനൊരു സംശയം 1-2 ദിവസമായി എല്ലാവർക്കും വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, എക്സ് ഹസ്ബൻഡ് അമൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ചാനലിൽ പുള്ളിക്കാരൻ വ്യക്തമായ ഒരു കാര്യങ്ങളും പറയുന്നത്, ഇൻഡയറക്ട്ലി തൊട്ടില്ല എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പറയുന്നത്, ആളുകളെ മിസ്ലീഡ് ചെയ്യിപ്പിക്കാൻ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കുറച്ച് പേർ മിസ്ലീഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തെളിവ്. അതായത് കുഞ്ഞാറ്റ പറയുന്നത് കള്ളമാണ് എന്നുള്ളത്. ഒന്നുകിൽ വന്ന് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, അല്ലെ? കുഞ്ഞാറ്റ വ്യക്തമായൊരു പോസ്റ്റ് ഇട്ടു, അതിന് പോലും ശരിയാണോ തെറ്റാണോ എന്ന് സ്ഥാപിക്കാനോ ഉറപ്പിക്കാനോ ഒന്നും പറ്റാതെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു മിസ്ലീഡിങ് ഉണ്ടാവും. മിസ്ലീഡിങ് ഉണ്ടായി കുറച്ച് പേർക്ക്. പക്ഷെ കൂടുതൽ ആളുകളും കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി ഇട്ട ഒരു പോസ്റ്റിനെ വിശ്വസിച്ച്, കാരണം അത് സത്യസന്ധമാണ്. ആ പെൺകുട്ടി അങ്ങനെ പെട്ടെന്നുണ്ടാവുന്ന ദേഷ്യത്തിന് പുറത്ത് പോസ്റ്റ് ഇടുന്ന ആളല്ല എന്നുള്ള കാര്യം ആ പെൺകുട്ടി അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കുത്തിച്ചോദ്യങ്ങൾ അല്ലെങ്കിൽ അൺനെസസറി ആൻഡ് അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയോട് ചോദിക്കുന്നത് വളരെ തെറ്റാണ് എന്നുള്ളൊരു കാര്യം ഓർപ്പിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.